മരം പിടിച്ച് വിഴുങ്ങുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ദ്രാസ അവിടെ വന്ന് ലീവയെ രക്ഷപ്പെടുത്തി. കൃത്യസമയത്ത് അവൾ ഇവിടെ എത്തിയോണ്ട് അവൻ്റെ ഉയിര് ബാക്കി കിട്ടി. ഇത് തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടൽ മാത്രമാണ്. ഗോർജ് മുഴുവൻ വലിയ വലിയ അപകടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. എത്രയും വേഗം എങ്ങനെയെങ്കിലും മുകളിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഗോർജിലുള്ള ക്രീച്ചേഴ്സ് എല്ലാം കൂടി ഇവരെ ഇല്ലാണ്ടാക്കും. ഈ ചുറ്റുപാട് മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള പുക ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ജീവിക്കുന്ന ജീവികൾക്ക്, ഇവിടെയുള്ള ക്രീച്ചേഴ്സിന് ഈ പുകയൊന്നും ഒരു പ്രശ്നമേ അല്ല. പുകയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സെൻസ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. പ്രശ്നം മനുഷ്യർക്കാണ്. നമ്മുടെ ഹീറോയിനും പുകയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റാത്തത് തന്നെ വലിയൊരു പണിയാണ്. ആ ക്രീച്ചേഴ്സ് ഏറ്റവും അടുത്ത് വരുമ്പോൾ മാത്രമേ അവരിവിടെ എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. റിയാക്ട് ചെയ്യാൻ പോലുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ദേ കണ്ടില്ലേ, ഗണ്ണ് പോയിന്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നില്ല. അപ്പോഴേക്കും ഇവിടെയുള്ള ക്രീച്ചേഴ്സ് വന്ന് ഹീറോയിനെയും അടിച്ച് താഴെ ഇടുവാണ്. ആ ക്രീച്ചേഴ്സിനെ കണ്ടില്ലേ, കുതിരപ്പുറത്തൊക്കെയാണ് അവർ വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള കുതിരകളൊന്നുമല്ല, പ്ലാന്റ്സിന് ജീവൻ വെച്ചുണ്ടായ കുതിരകൾ പോലെയുണ്ട്. ഗോർജിൽ ജീവിക്കുന്ന ക്രീച്ചേഴ്സ് എല്ലാം പ്ലാന്റ്സിൽ നിന്നുണ്ടായി വന്നതാണെന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിനും കൂടെ ഷൂട്ട് ചെയ്ത് അവരെ വീഴ്ത്തി. ദേ ഇവിടെ നോക്ക്, കുതിരപ്പുറത്ത് വന്ന ഹോളോമാനിൽ ഒരാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ മിലിറ്ററി യൂസ് ചെയ്തിരുന്ന യൂണിഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ യൂണിഫോം എങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? നേരത്തെ JD പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2400 ആളുകളെ ഇവർ ഈ ഗോർജിലേക്ക് അയക്കുന്നുണ്ടായിരുന്നെന്ന്. അവരാരും ഗോർജിൽ നിന്ന് തിരിച്ചു തന്നിട്ടുമില്ല. ഒരുപക്ഷെ അന്ന് ഗോർജിലുള്ള ക്രീച്ചേഴ്സിനെ കീഴടക്കാൻ വന്ന സോൾജേഴ്സിന്റെ യൂണിഫോം ആയിരിക്കാം ഇത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് വന്ന 2400 സോൾജേഴ്സ് ഇത്തരത്തിലുള്ള ക്രീച്ചേഴ്സായി മാറിയിരിക്കുന്നു, ഹോളോമാനായി മാറിയിരിക്കുന്നു. പ്രശ്നം വളരെ വളരെ ഡേഞ്ചറസ് ആണ്. സം കൈൻഡ് ഓഫ് വൈറസ് ആണ് ഇതെന്ന് പറയേണ്ടി വരും. അത് മനസ്സിലാക്കി ഹീറോയിനും എത്രയും വേഗം ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കുകയാണ്. ദേ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ, ഹ്യൂമൻ രൂപത്തിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. ഇത് ശരിക്കും ഹ്യൂമൻസ് ആയിരുന്നു. അവരിവിടെയുള്ള വൈറസിനാൽ അഫക്റ്റഡ് ആയി പതിയെ മരങ്ങളായി മാറി പിന്നീട് ഉണങ്ങി ഈ അവസ്ഥയിലായതാണ്. എത്രയും വേഗം ഗോർജിൽ നിന്ന് കയറി പോകാനുള്ള വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ തറയിൽ വലിയ തരത്തിലുള്ള വിള്ളലുകളൊക്കെ കാണാം. എപ്പോഴോ എർത്തുകയൊക്കെ ഉണ്ടായി ഇങ്ങനെ വിണ്ടു കയറിയതാണ്. ആ പ്രദേശത്തെത്തിയ ഹീറോയിനും ചുറ്റുവട്ടത്തുനിന്ന് ചെറിയ ചലനങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നു. ഹോളോമാൻ ഇവരെ പിന്തുടർന്ന് വീണ്ടും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ബിൽഡിങ്ങിനകത്ത് കയറി ഒളിക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ ഇവിടെ താമസിച്ചിരുന്നു, എന്തൊക്കെയോ ഇവിടെ ചെയ്തിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലായിരിക്കാം. അതിനൊക്കെ ശേഷമാണ് ഗോർജിൽ ഇത്തരത്തിലുള്ള ക്രീച്ചേഴ്സ് ഉണ്ടായി ഗോർജ് ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നത്. ഇവരിപ്പോൾ ഈ കെട്ടിടം ഒരു പള്ളിയായിരുന്നു. ദേ ഇതിനുള്ളിൽ ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ അഴുകി വല്ലാത്തൊരു കോലത്തിലുണ്ട്. അതിൽ നിന്നൊക്കെ സൈനൈഡിന്റെ സ്മെല്ലും വരുന്നുണ്ട്. അതായത് മുമ്പ് എപ്പോഴോ ഗോർജിലുള്ള ക്രീച്ചേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറെ ആളുകൾ ഓടി ഈ പള്ളിക്കുള്ളിൽ കയറുകയും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി ഗോർജിലുള്ള ക്രീച്ചേഴ്സിനെ പോലെ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അവർ സൈനൈഡ് യൂസ് ചെയ്ത് സ്വയം ഡിലീറ്റ് ചെയ്തു. അതായത് ജീവിതം അവസാനിപ്പിച്ചു എന്ന്. ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കവേ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ മുകളിലേക്ക് ഒരു വലിയ ചിലന്തി ചാടി വീണു. ഒന്നും രണ്ടൊന്നുമല്ല, കുറേ അധികം അഫക്റ്റഡ് ആയിട്ടുള്ള വലിയ ചിലന്തികളുണ്ട്. അവ വന്ന് ഇവരെ രണ്ടുപേരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യരെയും കുതിരകളെയും ഒക്കെ അഫക്ട് ചെയ്ത അതേ വൈറസ് ഈ ചിലന്തികളെയും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അഫക്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയിനും അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഈ ചിലന്തികളെ ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഈ പള്ളിയിലേക്ക് കൂടുതൽ ഹോളോമാൻ വന്നു. ഒരു സൈഡിൽ ചിലന്തികൾ, മറ്റൊരു സൈഡിൽ ഹോളോമാൻ. പറ്റാവുന്നത്ര വേഗത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പരമാവധി ബീയിങ്സിനെ ഇവർ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുകയാണ്. വേറൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ഈ ബീയിങ്സിൽ നിന്ന് ഇവർ അഫക്റ്റഡ് ആവാതെ നോക്കണം. അതിന് ഈ ബീയിങ്സിനെയൊക്കെ കൊല്ലുക മാത്രമേ ഉള്ളൂ വഴി. ഒരുപാട് ഹോളോമാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഉടനടി നമ്മുടെ ദ്രാസ പള്ളിയുടെ ഒരു ഭാഗം അങ്ങ് തകർത്തു. അതുവഴി ഓടി ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവിടുന്ന് ഓടി അത്യാവശ്യം വലിയൊരു സ്ട്രക്ചറിനകത്ത് ഇവർ ചെന്ന് കയറുന്നുണ്ട്. ഇതെന്തോ ഒരു ലാബാണ്. ഇവിടെ വലിയ വാതിലുകളൊക്കെ കാണാം. ഇനി കുറച്ച് സമയത്തേക്കെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാം, ഹോളോമാൻ ഇങ്ങോട്ട് വരില്ലെന്ന് പ്രതീക്ഷിക്കാമെന്ന് കരുതി ഇരുവരും അകത്ത് കയറി. ലാബിനുള്ളിൽ ഇങ്ങനെ നോക്കി വരുമ്പോൾ അതിനകത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ ഉണ്ട്. അവരത് ഓൺ ചെയ്തു. അക്കൂട്ടത്തിൽ പഴയ കാലത്ത് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാസറ്റുകളൊക്കെ ഉണ്ട്. ഹീറോ അതിലൊരെടുത്ത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെ പറ്റിയൊക്കെ അന്ന് പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോ ആണത്. വർഷം 1946. ഈസ്റ്റിലും വെസ്റ്റിലുള്ള ഗവൺമെന്റുകൾ വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി ചേർന്ന് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. വലിയ അപകടം വിതയ്ക്കാൻ സാധിക്കുന്ന ഒരു ബയോകെമിക്കൽ വെപ്പണാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇങ്ങനെ ബയോകെമിക്കൽ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഈ പ്രദേശത്ത് വലിയ ഭൂചലനം ഉണ്ടായി. ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ബയോകെമിക്കൽ കണ്ടെയ്ൻമെന്റ് ലീക്കായി അതൊരു ടോക്സിനായി മാറി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടേതടക്കം ജീവനുള്ള ബീയിങ്സിന്റെ DNA-യുമായിട്ട് ഈ ടോക്സിൻ മേർജ് ആവും. ഇതുവരെ ലോകത്തില്ലാതിരുന്ന ഒരു പുതിയ ക്രീച്ചർ, ഒരു പുതിയ ബയോളജിക്കൽ എൻറ്റിറ്റി അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രീച്ചേഴ്സിൽ നിന്നും മറ്റൊരു ക്രീച്ചേഴ്സിലേക്ക് ഇത് പകരും. സോംബി വൈറസ് പടരുന്ന കഥകളൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിന്, അതായത് ഹോളോമാനും മറ്റു മനുഷ്യരെയോ മറ്റു ബീയിങ്സിനെയോ ഹോളോമാനാക്കി മാറ്റാൻ സാധിക്കും. സോ ഒരു കാരണവശാലും ഈ ഗോർജ് വിട്ട് ഇത്തരത്തിലുള്ള ബയോളജിക്കൽ എൻറ്റിറ്റീസ് പുറത്തു പോകാൻ പാടില്ല. അഥവാ ഈ ക്രീച്ചേഴ്സ് പുറത്തു പോയാൽ മനുഷ്യകുലത്തിന്റെ അവസാനമായിരിക്കും അത്. ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ഡോക്ടറും അഫക്റ്റഡ് ആണ്. അവരുടെ വൈറൽ വേരുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? പ്ലാന്റും ഹ്യൂമനും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പെസിഫിക് ക്രീച്ചറാണ് ഇപ്പോൾ പുള്ളിക്കാരി. ഇങ്ങനെയാണ് ഹോളോമാൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം കേട്ടു മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനും ഇതേ ലാബിന്റെ തൊട്ടടുത്ത സെക്ഷനിലേക്ക് ചെന്നപ്പോൾ ദേ അവിടെ 90കളുടെ അവസാനം 2000ന്റെ തുടക്കത്തിൽ യൂസ് ചെയ്തിരുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡാർക്ക് ലേക്ക് എന്നൊരു പാരാമിലിറ്ററി പ്രൈവറ്റ് വിങ്ങിന്റെ സിസ്റ്റംസ് ആണത്. അതിനർത്ഥം 1947 ശേഷം ആ 2400 ആളുകളെ ഇങ്ങോട്ട് അയച്ചതിന് ശേഷവും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അവരിവിടെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ ക്രീച്ചേഴ്സിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ഹീറോ അവിടെ ബോംബുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡ്രോൺ ഇവന്റെ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. ആ ഡ്രോൺ ഈ ഡാർക്ക് ലേക്ക് എന്ന കമ്പനിയുടേതാണ്. ജനറ്റിക് റിസർച്ചിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഈ കമ്പനി അതീവ രഹസ്യമായി ഗവൺമെന്റുകളെ പോലും അറിയിക്കാതെ നടത്തി വരുന്ന ഒരു ഓപ്പറേഷനാണിത്. ഹീറോയിനെയും ഒക്കെ ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഇതൊന്നും ഒരു ഗവൺമെന്റിന്റെയും സമ്മതത്തോടു കൂടിയല്ല നടക്കുന്നത്.
തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന, ഒരു വർഷത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോയ നമ്മുടെ JD ഉൾപ്പെടെയുള്ള സോൾജേഴ്സിനെ ഇവർ കൊന്നുകളയുന്നത്. ഇനി എന്തിനാണ് ഈ കമ്പനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അവരുടെ ഉദ്ദേശം സൂപ്പർ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോർജിൽ ഇപ്പോൾ DNA മെർജ് ചെയ്യപ്പെട്ട പ്രത്യേക ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇവരെ പറ്റി പഠിച്ച് ഇവരിൽ ഗവേഷണം നടത്തി പുതിയ പുതിയ ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്ത് അത് മനുഷ്യരിൽ ഇഞ്ചെക്ട് ചെയ്ത് മനുഷ്യരെ സൂപ്പർ സോൾജേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് ശരിക്കും ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന സീക്രട്ട്. തങ്ങളെയൊക്കെ വെറും ലാബ്രാറ്റ്സ് ആയിട്ട് മാത്രമേ ഈ കമ്പനി കണക്കാക്കിയിട്ടുള്ളൂ ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലായി. ഒരു കാരണവശാലും കമ്പനിയുടെ ഈ ദൗത്യം മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ. ഇതേ സിസ്റ്റത്തിൽ തന്നെ സ്ട്രേ ഡോഗ് പ്രോട്ടോക്കോളിനെ പറ്റിയുള്ള കുറെ ഫയൽസ് ഉണ്ട്. ഇൻ എനി കേസ് ഈ കമ്പനി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പുറം ലോകം അറിഞ്ഞാൽ, മുകളിലുള്ള ക്ലോക്കേഴ്സ് നശിക്കുകയോ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഉടനടി തന്നെ ഗോർജിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കും. കമ്പനി രഹസ്യങ്ങൾ പുറത്തായാൽ സർവ്വതും നശിക്കും. അതാണ് സ്ട്രേ ഡോഗ് പ്രോട്ടോകോൾ. ഗോർജിന് ചുറ്റുപാടുള്ള 4 കിലോമീറ്റേഴ്സ് ഏരിയ, എക്സാക്ട്ലി പറഞ്ഞാൽ 4200 മീറ്റേഴ്സ് മുഴുവൻ തകർന്ന് തരിപ്പണമാകും. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഈ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഈ പ്രദേശത്ത് ഒരുപാട് ഹോളോമാൻ ഉണ്ടെന്നറിയാം. ചുറ്റുപാടും ഇവിടുത്തെ വാതകങ്ങളും പുകയും ഒക്കെ ആയതുകൊണ്ട് ഇവർക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ക്രീച്ചേഴ്സിനും കണ്ണ് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ കുറെ സ്മോക്ക് ഒക്കെ വാരിയിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പതിയെ മുന്നോട്ട് വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങിയെങ്കിലും ഹോളോമാൻ പെട്ടെന്ന് ഒന്ന് ഇരുവരെയും അടിച്ച് താഴെയിടുകയും ദ്രാസയുടെ കാലെ പിടിച്ച് അവളെ വലിച്ചിടിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ദ്രാസയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഹീറോ അവളെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും പറ്റിയില്ല. അതിനോടകം തന്നെ ആ ഒരു ക്രീച്ചർ അവളെയും വലിച്ചിഴിച്ച് അതിന്റെ സ്ഥലത്ത് കൊണ്ടുവന്നു. പണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഹ്യൂമൻസ് ബിൽഡ് ചെയ്തൊരു ബേസ് ആണിത്. ഇവിടെ കൊണ്ടുവന്ന ദ്രാസയെ ഇങ്ങനെ കെട്ടിയിട്ട് അവളെ ഒരുമാതിരി അങ്ങ് ഹറാസ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഈ ക്രീച്ചർ. ഹോളോമാന്റെ ഉദ്ദേശം ഇവളെ അങ്ങ് കൊന്നു തിന്നുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് ഇവളെ ഹറാസ് ചെയ്യാന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവളെ ഹറാസ് ചെയ്ത് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ വരുമ്പോൾ കിട്ടിയതൊക്കെ തന്നെ നമ്മുടെ ദ്രാസ ഹോളോമാനെ ചവിട്ടി മാറ്റി ഒരു വിധത്തിൽ അവളെ കെട്ടിയിട്ടിരുന്ന് അവിടുന്ന് ചാടി ഇറങ്ങി കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഹോളോമാനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത്രയും വലിയ ഹോളോമാനോട് ഒരു ചെറിയ ഗണ്ണ് പോലും ഇല്ലാതെ ഇവൾക്ക് എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും? അവൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. ഹോളോമാൻ ഇവളെ നന്നായിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അത്രയൊക്കെ അടി കൊണ്ടിട്ടും ആ പ്രദേശത്ത് കിടന്ന് ഒരു തീക്കനലെടുത്ത് ഈ ഹോളോമാനെ മൊത്തം കത്തിച്ച് കൊല്ലാൻ ദ്രാസ ശ്രമിക്കുന്നുണ്ട്. കൃത്യസമയത്ത് നമ്മുടെ ഹീറോയും അങ്ങോട്ട് വന്നു. ഹോളോമാനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തി രണ്ടാളും സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു. ഇപ്പൊ കൊല്ലപ്പെട്ട ഈ ഹോളോമാൻ ധരിച്ചിരിക്കുന്നത് വെസ്റ്റ് ടവറിലെ ആദ്യത്തെ സോൾജിയറിന്റെ യൂണിഫോമാണ്. വെസ്റ്റ് ടവറിൽ ഒരാളുടെ ഫോട്ടോ നമ്മൾ കണ്ടിരുന്നല്ലോ, ബ്രാഡ്ഫോർഡ് ഷോയുടെ. ശരിക്കും അദ്ദേഹമാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ ഹോളോമാൻ. ദെൻ ഇവർ ഇവിടുന്ന് പുറത്തു പോകാനായിട്ട് ചെല്ലുമ്പോൾ ഇവർ പോകേണ്ട വഴിയിൽ തന്നെ ഈ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വലിയ ഫോഗ് ഇങ്ങനെ കാണാം. ഇതിലെല്ലാം ക്രീച്ചേഴ്സ് ഉണ്ട്. ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ഇതിൽ പെട്ടുകിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തുന്നത് സാധ്യമല്ല. അവരെല്ലാം ഓൾമോസ്റ്റ് അഫക്റ്റഡ് ആയി. അതുകൊണ്ട് അവരുടെ കയ്യിൽപ്പെടാതെ എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഹീറോയിനും ഇങ്ങനെയും മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ അബദ്ധത്തിൽ നമ്മുടെ ഹീറോയിൻ അടുത്ത കാലം എടുത്തു വെച്ചത് ഈ സ്റ്റിക്കി ഒബ്ജക്റ്റിലേക്കായിരുന്നു. പണിവാളി ദാ സ്റ്റിക്കി ഒബ്ജക്ട്സ് ഇവർക്ക് രണ്ടാൾക്കും നേരെ വന്ന് ഇവരെയും പിടിച്ച് ഇവിടെയുള്ള ക്രീച്ചേഴ്സിനെ പോലെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇരുവരും പറ്റാവുന്നത്ര വേഗത്തിൽ ഓടിമാറി എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ ഹീറോയിന്റെ കാലിൽ അത് പിടിച്ചു. അവളെ ഉള്ളിലേക്ക് വലിച്ചഴിക്കുമ്പോൾ പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ച് ഒരു ഗ്രനേഡ് എടുത്ത് അങ്ങോട്ടും എറിഞ്ഞു. അങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടായ ആ മുഴുവൻ സ്ട്രക്ചറും കത്തിയാൻ വരുമ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിനും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ മിലിറ്ററി വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയപ്പോഴേക്കും വാഹനം ഓണായി. ഇരുവരും ജീപ്പിൽ കയറി അതിവേഗത്തിൽ ഗോർജിന്റെ ഒരു സൈഡിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ആ കേബിളിന്റെ ഒരറ്റം ഈ താഴെ വീണ് കിടപ്പുണ്ട്. കേബിൾ ജീപ്പിന്റെ ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് ജീപ്പ് റേസ് ചെയ്യും. അന്നേരം ജീപ്പ് മുഴുവനായിട്ട് മുകളിലേക്ക് ഉയരും. ഏതായാലും മുകളിലെത്താൻ ഒരു വഴി കിട്ടിയല്ലോ. ഇരുവരും ഇങ്ങനെ അങ്ങ് മുകളിലെത്തിയേക്കാം എന്നൊക്കെ കരുതി ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ആ ക്രീച്ചേഴ്സ് പിന്നെയും ഇവരുടെ പുറകെ കയറി വരുന്നു. എയറിൽ നിന്ന് അതിനോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഒന്ന് കാല് തെന്നി പോയാൽ ഇത്തവണ പാരഷൂട്ട് പോലും ഇല്ല, മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലവിയും ദ്രാസയും മാറി ക്രീച്ചേഴ്സിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുന്നു. സെയിം ടൈം തന്നെ ജീപ്പ് റേസ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുകയും വേണം. ഇതിപ്പോൾ 1-2 ക്രീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഇവർ കൊല്ലുന്നതിനനുസരിച്ച് ഒരുപാട് ക്രീച്ചേഴ്സ് മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയായപ്പോൾ ഒരു പോയിന്റിൽ ജീപ്പിലുണ്ടായിരുന്ന ഗ്യാസ് നമ്മുടെ ഹീറോ കുത്തിപ്പൊട്ടിച്ച് വിട്ടിട്ട് അതിൽ തീ കത്തിച്ചു. അങ്ങനെ ഒരു കൂട്ടം ക്രീച്ചേഴ്സിനെ കൊല്ലാൻ സാധിച്ചെങ്കിലും ഇവരുടെ ജീപ്പിലും തീ പിടിച്ചു. ഇനിയിപ്പോൾ ഈ ജീപ്പ് കൊണ്ട് മുകളിൽ വരെ പോകാൻ പറ്റൂല. തുടർന്ന് ഇരുവരും ജീപ്പിൽ നിന്ന് ഇറങ്ങി പാറയിൽ പിടിച്ചിട്ട് ആ കേബിൾ അങ്ങ് കട്ട് ചെയ്ത് വിട്ടു. അങ്ങനെ ജീപ്പും തെറിച്ച് താഴെ വീണു. താഴെ നിന്ന് കയറി വന്നുകൊണ്ടിരുന്ന ക്രീച്ചേഴ്സും തെറിച്ച് താഴെ പോയി. ബാക്കിയുള്ള ഹൈറ്റ് ഹീറോയിനും വലിഞ്ഞു കയറി. ഇത്രയും വലിയൊരു ഫൈറ്റിന് ശേഷം ഒടുക്കം ഇവർക്ക് രണ്ടാൾക്കും മുകളിലെത്താൻ സാധിച്ചല്ലോ. രണ്ടാളുടെയും ശരീരം കാര്യമായി മുറിഞ്ഞിട്ടുണ്ട്. നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മാതിരി അടിയായിരുന്നല്ലോ. ഇരുവരും മരുന്നൊക്കെ വെച്ചു. ഇതിപ്പോൾ രണ്ടാളും ഈസ്റ്റ് സൈഡിലെ ടവറിലാണ്, അതായത് നമ്മുടെ ദ്രാസയുടെ സൈഡിലെ ടവറിൽ. ഇത്രയും സമയം താഴെയുള്ള ക്രീച്ചേഴ്സുമായിട്ട് അടി ഉണ്ടാക്കിയതാണ്. ഇതിനിടെ എപ്പോഴെങ്കിലും ഇവർ രണ്ടാളും ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ ഇവർ ഇൻഫെക്റ്റഡ് ആവുമോ എന്നുള്ള സംശയമുണ്ട്. ഇൻ കേസ് അങ്ങനെ ഇൻഫെക്റ്റഡ് ആയാൽ എന്ത് ചെയ്യണമെന്ന് ദ്രാസയ്ക്ക് അറിയാവുന്ന അവൾ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവൾ നമ്മുടെ ഹീറോയെയും കൊല്ലും, എന്നിട്ട് അവൾ അങ്ങ് സെൽഫ് ഡിലീറ്റ് ചെയ്യും. തൻ്റെ ഇത്രയും നാളത്തെ ലൈഫിൽ തനിക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു, ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വലിയ ബോധമൊന്നുമില്ലായിരുന്നു എന്ന് നമ്മുടെ ഹീറോ ഇവിടെ വെച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ദ്രാസയെ കണ്ടുമുട്ടി അവളെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. മിഷൻസും പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നു. അതിന് അവൾക്കും പൂർണ്ണ സമ്മതമാണ്. ഫ്രാൻസിൽ അവൾക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അവിടെ ഇവർ സേഫ് ആയിരിക്കും. ഇനിയുള്ള കാലം അവിടെ പോയി നമ്മുടെ ലെവിയോടൊപ്പം സമാധാനമായി ജീവിക്കണമെന്നാണ് ദ്രാസയുടെയും ആഗ്രഹം. ശേഷം അടുത്ത ദിവസം വെസ്റ്റ് സൈഡിലേക്ക് കേബിൾ കണക്ട് ചെയ്ത് നമ്മുടെ ഹീറോ അവന്റെ ടവറിലേക്ക് പോകുന്നു. ദെൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത റേഡിയോ ചെക്കിന്റെ ടൈമായി. ഇത്തവണ റേഡിയോ ചെക്കിൽ നമ്മുടെ ഹീറോ ഇങ്ങോട്ട് അയച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, ആ ഹെഡ്, ആ പുള്ളിക്കാരി നേരിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെ ഗോർജിലെ ഇവരുടെ ബേസിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ആയി. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുവാണ്. ഹീറോയ്ക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള, അതായത് ഈസ്റ്റ് ടവറുള്ള വ്യക്തി താഴെ ഗോർജിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവർ റൂൾസിനെതിരായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് അവരെ ഇല്ലാണ്ടാക്കണമെന്ന് ഈ പുള്ളിക്കാരി നമ്മുടെ ഹീറോ
ഹീറോയ്ക്ക് കമാൻഡ് കൊടുക്കുകയാണ്. ലെവിക്കും ഓർഡർ അനുസരിക്കാമെന്ന് പറയാല്ലാതെ വേറൊരു വഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവനും എല്ലാത്തിനും സമ്മതിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഹെഡിന് അറിയില്ലെന്നാണ് നമ്മുടെ ഹീറോ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. താഴെ ബേസിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഇവർ ഓൺ ചെയ്തപ്പോൾ തന്നെ അതിലുള്ള ക്യാമറയിലൂടെ നമ്മുടെ ഹീറോയിനും ഒരുമിച്ച് നിൽക്കുന്നത് ഹെഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇരുവർക്കും കമ്പനി രഹസ്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഈ സ്ത്രീ തന്നെ നേരിട്ട് ഗോർജിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. മറ്റൊന്നിനു വേണ്ടിയല്ല, ഹീറോയിനെയും കൊന്നുകളയാൻ വേണ്ടി. ശേഷം അടുത്ത ദിവസം ഇവിടെ ഗോർജിൽ നമ്മുടെ ഹീറോയിനും ഈ ഗോർജിന്റെ ഇരു സൈഡുകളിലായിട്ടുള്ള ക്ലോക്കേഴ്സിലൊക്കെ ബോംബുകൾ സെറ്റ് ചെയ്യുന്നത് കാണാം. രണ്ടാളുടെയും ഉദ്ദേശം മനസ്സിലായല്ലോ. ഈ ഗോർജ് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാവുന്ന. കമ്പനിയുടെ ഉദ്ദേശം നടക്കരുത്. കമ്പനി അതീവ രഹസ്യമായി വെച്ചിരിക്കുന്ന മാറ്റർ അവസാനിപ്പിക്കണം. ഇങ്ങനെ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയെ ഇങ്ങോട്ട് അയച്ച ഹെഡ് സോൾജേഴ്സ് ഒക്കെ ആയിട്ട് ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് വരുന്നു. അപകടമാണെന്ന് മനസ്സിലാക്കി ഇരുവരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രണ്ടാളും പറ്റുന്നത്ര വേഗത്തിൽ ഗോർജിന്റെ അവിടുന്ന് ഓടി മാറി ഗോർജിന്റെ ആ ഏരിയയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ ശ്രമിക്കുകയാണ്. ഇരുവർക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇവർ രണ്ടാളെയും കൊന്നുകളയാനായിട്ട് ഡ്രോൺസിനെ ഇവർക്ക് പിന്നാലെ അയക്കുന്നുണ്ട്. വുഡ്സിനിടയിലൂടെ ഹീറോയിനും എങ്ങനെയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡ്രോൺസ് അവരുടെ പിന്നാലെ ചെന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഒഴിഞ്ഞു മാറിയും ഒളിച്ചു നിന്നുമൊക്കെ ഡ്രോൺസിനെ ഇരുവരും ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഒന്നിലധികം ഡ്രോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇരുവരും ആദ്യമൊക്കെ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഡ്രോൺസിനെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ സാധിച്ചു. ഇതേസമയം വെസ്റ്റ് ടവറിലുള്ള ഹെഡ് നമ്മുടെ ഹീറോ അവിടെ വോളിൽ എഴുതി വെച്ചിരിക്കുന്ന കോട്ട് വായിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളെ ഒരുപാട് കാലം മറച്ചു വെക്കാനാവില്ല. സൂര്യനെയും ചന്ദ്രനെയും സത്യത്തെയും. ഇവരിത് വായിച്ച ഉടനെ തന്നെ നമ്മുടെ ഹീറോ ദൂരെ ഒന്ന് സ്നൈപ്പർ യൂസ് ചെയ്ത് ക്ലോക്കേഴ്സിലേക്ക് ഫയർ ചെയ്തു. റെക്കോർഡ് ഷോട്ടാണ്. അത്രയും ദൂരെ നിന്നാണ് അവന് ഷൂട്ട് ചെയ്യുന്നത്. ഈച്ച് സൈഡിൽ നിന്ന് ഹീറോയിനും ഇപ്പുറത്തുള്ള ക്ലോക്കേഴ്സ് പൊട്ടിച്ചു. ക്ലോക്കേഴ്സിൽ ഒരെണ്ണം തകർന്നതോടെ ബാക്കിയുള്ള ക്ലോക്കേഴ്സിലേക്ക് ഇവർ കണക്ട് ചെയ്തിരുന്ന ബോംബുകൾ പൊട്ടി ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സകല ക്ലോക്കേഴ്സും നശിക്കുന്നുണ്ട്. അതോടെ സെക്യൂരിറ്റി ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ ഫോൾ സിഗ്നൽ അയക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ആയതോടെ സ്ട്രേഡോ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ആയി. അതായത് അറ്റോമിക് എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ പോവാണ്. ഹെഡിന്റെ കിളി പോയി. എത്രയും വേഗം ജീവനും കൊണ്ട് രക്ഷപ്പെടാനായി പുള്ളിക്കാരുടെ ശ്രമം. ഓടിച്ചെന്ന് പുള്ളിക്കാരി ഹെലികോപ്റ്ററിൽ കയറിയെങ്കിലും കോപ്റ്റർ പറന്നുയർന്ന് മാറുന്നതിന് മുന്നേ തന്നെ അറ്റോമിക് ബോംബ് ബ്ലാസ്റ്റ് ആയി വലിയ തരത്തിലുള്ള എക്സ്പ്ലോഷൻ ഉണ്ടായി. കോപ്റ്ററും തകർന്ന് ഹെഡും അവരുടെ സോൾജേഴ്സും എല്ലാം മരിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഹീറോയിന് ഗോർജിന്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സേഫാണ്. ഹീറോ ഇപ്പോഴും എക്സ്പ്ലോഷൻ ഉണ്ടാവുന്ന റേഡിയസിനകത്താണ്. പുള്ളിക്കാരന്റെ കാലും വയ്യ. ഒരു വിധത്തിൽ പുള്ളിക്കാരൻ ഓടി നേരെ ചെന്ന് വെള്ളത്തിൽ ചാടുന്നുണ്ടെങ്കിലും രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആ വലിയ എക്സ്പ്ലോഷനിൽ എല്ലാം കൂടി ഇടിഞ്ഞു തകർന്ന് വീഴുന്നത് ഇവന്റെ മുകളിലേക്കാണെങ്കിൽ ഇവൻ എന്തായാലും രക്ഷപ്പെടാൻ പറ്റൂല. ഇതിനുശേഷം അടുത്ത 5 ദിവസത്തേക്ക് നമ്മുടെ ഹീറോയിൻ ഈ ഒരു പ്രദേശത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഹീറോ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. 5 ദിവസമായിട്ടും അവൻ വന്നില്ല. ഈ ഒരു ടൈമിനുള്ളിൽ അവൻ ഇവളുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ ഇവൾക്ക് വായിക്കാനായിട്ട് എന്തോ ഒരു കത്ത് പോലെ എന്തോ ഒന്ന് നമ്മുടെ ഹീറോ ഓൾറെഡി ഇവളെ ഏൽപ്പിച്ചിരുന്നു. അവന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് തുറന്ന് വായിക്കണമെന്ന് അതിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞിട്ടൊന്നും ഹീറോ വന്നില്ലല്ലോ. നമ്മുടെ ദ്രാസയാവട്ടെ നേരെ ഫ്രാൻസിലേക്ക് പോയി. ഇനി ശിഷ്ടകാലം ഇവിടെ ജീവിക്കാമെന്നാണ് അവളുടെ തീരുമാനം. പിന്നെ ലെവി ഇവളെ ഏൽപ്പിച്ചിരുന്ന ആ ലെറ്റർ അത് ആക്ച്വലി അവൻ എഴുതിയ പോയമാണ്. ഇവളെ പറ്റി എഴുതിയ പോയം റീഡ് ചെയ്ത് അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അവനെ നഷ്ടപ്പെട്ട വിഷമം അവൾക്കുണ്ടാവുമല്ലോ. കട്ട് ചെയ്താൽ ഏപ്രിൽ മാസം ഹീറോയിൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുവാണ്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ഇവൾക്ക് ഏറെ പരിചയമുള്ള ഒരു വ്യക്തി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നു. ആരായിരിക്കും? മറ്റല്ല, അവൻ തന്നെ. ആ പുഴയിൽ ചാടിയിട്ട് 5 ദിവസത്തിനുള്ളിൽ ഇവളുടെ അടുത്ത് വരാതിരുന്ന അവൻ തന്നെ. അന്ന് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടന്നില്ല. 5 ദിവസം കൊണ്ട് ഇവളുടെ അടുത്ത് എത്താനായിരുന്നു പ്ലാൻ. പക്ഷേ സാരമായി പരിക്ക് പറ്റിയതുകൊണ്ട് അതിന് പറ്റിയില്ലത്രേ. ഏതായാലും ഉയിരോടെ തിരിച്ചു വന്നല്ലോ. ദ്രാസയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇരുവരും സന്തോഷത്തോടെ ഇങ്ങനെ കിസ് ചെയ്യുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്.